2 വർഷം മുമ്പ് കാണാതെ ഒരു സാധനത്തിന് കിട്ടിയെന്ന് പറഞ്ഞൊരു കോൾ വന്നപ്പോൾ കിട്ടിയ ട്രെയിൻ പിടിച്ചാൽ നേരെ വിട്ട് വാരണാസിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ പഴയ കമ്പനിക്കാരെ കണ്ട് വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു മലയാളം ട്രാക്ക് ഇട്ടൊരു തുള്ളലുള്ളി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടി കുറച്ച് മലയാളം പിള്ളേർ. 2 വർഷം മുമ്പ് വാരണാസിയിൽ നിന്ന് കാണാണ്ട് പോയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ മുത്തിനായിട്ട് വംശോഭ എങ്ങാതിലും മുൻകൈ മുനാതി പൊന്ന ടീമാണ്ടി എപ്പോൾ എവിടെ എന്താണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കണ്ട സന്തോഷം ഞങ്ങൾ രണ്ടും പോയിട്ട് ഡെഡ് ബോഡി എത്തിച്ചു. ഈ പട്ടിയാണെങ്കിൽ കമൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സൈഡിൽ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളൂ എന്നും പറഞ്ഞാൽ ഹരിചന്ദ്ര കട്ടിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ രോക്ഷാകുലായിട്ട് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കണം. തൊട്ടിപ്പുറത്താണെങ്കിൽ ഒരു ശിവക്ഷേത്രമുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ശിവനെ മദ്യവെച്ചിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ വേസ്റ്റ് ഗ്ലാസ് ആയിട്ട് പോയിട്ട് മദ്യം പിടിക്കുന്നതാണ് ഇന്നലെ താത്തത്താളം വെച്ചപ്പോൾ കിട്ടിയ എൻ്റെ മലയാളി കമ്പനിക്കാരൻ. ഈ 3 വ്യൂവും കണ്ടിട്ടുള്ള സ്റ്റേ എനിക്ക് അറിഞ്ഞത് മംഗൾ ചൗധരിയാണ്. മേരാ ബേട്ട ദോസ്താണ്. ഈ നമ്മൾ പരിചയമില്ലാത്തവരാണ് കയറിക്കണമെങ്കിൽ ബാബുമാർ ചിലപ്പോൾ ശൂലൊക്കെ എടുത്ത് കുത്തുപോയി. ഇതാണ് മംഗളട്ടം. രാവിലെ 5 മണിക്ക് എനിക്ക് മണിക്കരണിക കട്ടൂർ നടക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട്. അവർക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വൈകുന്നേരം കഴിയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഞാനും പ്രജാപതിയും വംശിബാബയും കൂടി ട്രിപ്പിൾ അടിച്ച് അവിടെ പോയി. ബാക്കി എന്തുണ്ടായെന്ന് വെച്ചാൽ അടുത്ത വ്ളോഗിൽ പറയാം. ഇങ്ങനെ ചതിക്കാൻ പാടില്ല ആരെയും.